അപ്പോൾ നമുക്കിന്നൊരു ഉച്ചയൂണ് തയ്യാറാക്കിയാലോ. അങ്ങനെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. അതിനുശേഷം 2 തക്കാളി ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് സവാള എടുക്കരുത്, മതിരിക്കും കേട്ടോ. പിന്നെ ഇതിന് സവാള തന്നെ കേട്ടോ വേണ്ടത് ഈ ഒരു കറിക്ക്. ഇതിന് കറിയെന്നല്ല, എന്താ പറയേണ്ടതെന്ന്, മത്തി മസാല എന്ന് പറയുമോ മത്തി പറ്റിച്ചത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ടി വരുമ്പം നമ്മുടെ കുടംപുളി അല്ല കേട്ടോ, നമ്മുടെ സാമ്പാറിന് ചേർക്കുന്ന വാളംപുളി കേട്ടോ ഞാനിതിൽ ചേർക്കുന്നത്. ആ വാളംപുളി പിഴിഞ്ഞ് ഇതിൽ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുക, കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ വേറെ ആയിരിക്കും. മെയിനായിട്ട് ആ പുളി അത് തന്നെ ചേർക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ വെച്ചിട്ട് ഒഴിച്ചിട്ട് ഈ വോയിസ് കൊടുക്കുന്നത് നല്ല പാടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെയുള്ളൂ, ഇപ്പോൾ സിമ്പിളാണ്, നിസ്സാരം എന്ന് കരുതും. പക്ഷേ ഒന്നും നിസ്സാരമല്ല കേട്ടോ, എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മത്തി വരഞ്ഞ് വെച്ചത് അതിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം മൂടി വയ്ക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ആ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുമല്ലോ, തിളച്ച് തെളിഞ്ഞ് വരുമ്പോഴാണ് ഇതിനൊരു പാകം എന്ന് പറയുക. അല്ലാതെ ഇതിന് എത്ര ടൈമെന്നൊന്നുമില്ല. എനിക്കിതിൻ്റെ പാകം മനസ്സിലാവുന്നത് ആ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ്. പിന്നെ നമ്മൾ നമ്മുടെ സ്പൂണോ അതൊന്നും ഇട്ടിങ്ങനെ വെറുതെ അതിനകത്ത് ഇങ്ങനെ ഇതാക്കരുത്. നമ്മൾ ആ ചട്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അങ്ങനെ മത്തി റെഡി കേട്ടോ, മത്തി പറ്റിച്ചത് റെഡി. അങ്ങനെ നമ്മുടെ മോര് കറി കേട്ടോ. കുറച്ച് ജീരകവും ഇത്തിരി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഞാനിട്ട് അരച്ചു. അതിന് ശേഷം തൈരും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇത്തിരി പച്ചമുളകും കറിവേപ്പിലയും 2-3 ചുവന്നുള്ളിയൊക്കെ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് വഴറ്റിയത് ആ അരച്ച് വെച്ച സംഭവത്തിലേക്ക് ഇട്ട് കേട്ടോ. പിന്നെ നമ്മുടെ മീൻ മുട്ടയിലേക്കാണ്. മീൻ മുട്ടയെന്ന് പറയുമ്പോൾ മീൻ മുട്ട ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ച് തന്നിട്ട് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് തേങ്ങയിട്ട് അതിന് ശേഷം ആ മീൻ മുട്ട വേവിച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതില്ലാതെ ഒരു കളിയില്ല. പിന്നെ ദേ ഇങ്ങനെ ഒന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഉമ്മയുടെ കറിയുടെ ടേസ്റ്റ് വന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ.